ഇതൊരു പപ്പായ തോരനാണ് കേട്ടോ. ഇതിന് ഞാൻ ചെറുതായിട്ട് മധുരമുള്ള പപ്പായ, അതാണ് കൂടുതൽ രസം ഉണ്ടാവുക. അത് എടുത്തിട്ട് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ആദ്യം പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. പച്ചമുളക് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ സവാള ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഈ സവാളയും നന്നായിട്ടൊന്ന് മൊരിയട്ടെ. ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ട് വാടിയാൽ മതി. അതിനുശേഷം അതിലേക്ക് നാളികേരം ചെരുകിയത്, ഞാൻ 2 പിടി നാളികേരം ഇട്ട് കൊടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള അത്ര നാളികേരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഈ പപ്പായ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് മതി. സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് കണ്ടിട്ടുണ്ടാകും. വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെള്ളം തെളിച്ചും കൊടുക്കണ്ട. പപ്പായയിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും. അങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളാം. അങ്ങനെ വെള്ളമില്ലാത്തതല്ലേ, അപ്പോൾ അടി പിടിക്കണ്ടോയെന്ന് നോക്കിക്കോളാം. 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ സാധനം വെന്ത് കിട്ടും. നല്ല പപ്പായ തോരനാണ്. ഈ പപ്പായ തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ക്യാബേജൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തോരൻ ഉണ്ടാക്കണ്ട. അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ബൈ.